എപ്പോ എത്തി? വന്നതേയുള്ളൂ. ശിവേട്ട, ഇത് അഡ്വക്കേറ്റ് രാഹുൽ, എന്റെ ഫ്രണ്ടാ, കൊളീഗും കൂടിയാട്ടോ. ഇനി ഒന്നിച്ചങ്ങോട്ട്. മിസ്റ്റർ ശിവകുമാർ അല്ലേ? അതെ. സ്വാതി എവിടെയൊക്കെ നടന്നു? ഒരുപാട് നടന്നോ? കൊറേ നടന്നു. അവശതയായി. പുറമെ കാണുന്നില്ലേലും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് ശിവേട്ട. ഓ, സ്വാതി പോയി റെസ്റ്റ് എടുത്തോ? രാഹുൽ കയറുന്നുണ്ടോ? ഇല്ല, സ്വാതി പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. കുറച്ച് പണിയുണ്ട് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ. ആ യെസ്, ഇയാള് പോയി പണിയെടുത്തോ. ബൈ. ഓക്കെ, ഫൈൻ. ആ സ്വാതി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശിവേട്ട സോറി, വല്ലാത്ത അവശതയിലാ ഞാൻ. പിന്നെ സംസാരിക്കാം. ഹലോ, ആരെ? സിമേ, വിജീഷ. നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഇറങ്ങി വരുമോ? ഞാൻ ഓഫീസിന് താഴെ നിൽപ്പുണ്ട്. എന്നെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ വിളിച്ചത്? സീമ, നീ ചൂടാവല്ലേ. എനിക്ക് നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് നിങ്ങളെ കാണണ്ട. ഒന്നുമില്ലെങ്കിലും നീ എന്റെ ഭാര്യയല്ലടി. ഭാര്യ? നിങ്ങൾ എന്റെ മുന്നിലേക്ക് വന്നു പോവരുത്. പറഞ്ഞത് കേട്ടല്ലോ. സീമേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ രഘുവേട്ട? എന്റെ വർത്തമാനം കേട്ടപ്പോ വിളിച്ചത് വിജീഷാണെന്ന് മനസ്സിലായി. അതെ, വിജീഷ് തന്നെ. അയാൾക്കെന്നെ കാണണോ അത്രേ. നിനക്ക് അവനെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ അവനെ നീ ഒന്ന് സൂക്ഷിക്കണം. എനിക്കറിയാം, അവൻ അപകടകാരിയാണ്. അവൻ കാണണോന്നല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തരക്കേടൊന്നുമില്ല, ഒന്ന് കണ്ടോ. അവന്റെ നീക്കങ്ങൾ എന്താന്ന് നമുക്കറിയുകയും ചെയ്യാലോ. അതിന് കുഴപ്പമാവുന്ന പേടി. എന്തു കുഴപ്പം? നിങ്ങൾ കീഴടങ്ങിയാലേ കുഴപ്പമുള്ളൂ. വേറെ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. ആ പിന്നെ, നീ അവനെ വെറുപ്പിക്കൊന്നും വേണ്ട. എന്ന് വെച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. മനസ്സിലായി. ആനന്ദേട്ടാ, നമ്മുടെ ചേരിയിലേക്കൊന്ന് പോണം. ചെയ്യാൻ പറഞ്ഞ ജോലി കടലാസിലാക്കിയിട്ടില്ല. അതിന് തിരക്ക് പിടിക്കണ്ട, നാളെ ആയാലും മതി. ഇന്ന് അവിടെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യണം. അത് ഞാൻ ചെയ്തോളാം. ശരി. സീമേ, നീ പോവാണോ? നിന്നെയും കാത്ത് ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായിന്നറിയോ? എന്തിനാ എന്നെ കാണുന്നേ? നീ ഇത്ര വേഗം എല്ലാം മറന്നോ? നമ്മുടെ ബന്ധം അങ്ങനെ നിനക്ക് മറക്കാൻ പറ്റുമോ സീമേ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇത്ര വേഗം. ഓ, ഭയങ്കര സെന്റിമെന്റ്സിലാണല്ലോ. എന്തു പറ്റി? ഓ, നീ എന്നെ പരിഹസിക്കാണല്ലേ? ഏയ്, എന്ത് കാര്യത്തിന്? അതൊക്കെ വിട്. എന്തിനാ എന്നെ കാത്തു നിന്നത് അത് പറ. അതിപ്പോ നിങ്ങൾ താമസിക്കുന്ന വീട് അതെനിക്ക് ഇഷ്ടമല്ല. പ്രധാന പ്രശ്നം അതൊരു കോളനിയാണെന്നുള്ളതാ. സാവകാശം കുടുംബം വലുതാവും, നമുക്ക് കുട്ടികളുണ്ടാവും. അപ്പൊ ഇങ്ങനൊരു സംസ്കാരത്തിൽ ജീവിക്കാന്നൊക്കെ പറഞ്ഞ കുറച്ച് കഷ്ടമല്ലേ? അത് വിട്. പണിക്കര് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് തന്നത് നിങ്ങളുടെയും കൂടെ അറിവോടെ ആയിരുന്നല്ലോ. എന്നിട്ട് അതവിടെ? അത് ഞാനില്ലാത്ത നേരത്തല്ലേ നിങ്ങൾ ഒഴിപ്പിച്ചത്. ഞാനുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു. വാസ്തവം. സഹദേവൻ എന്നൊരാളുടെ വീട് പണയത്തിനെടുത്ത് ഞങ്ങൾക്ക് തന്നത് അത് നിങ്ങളും കൂടി അറിഞ്ഞോണ്ടല്ലേ? അയ്യോ, അത് പണയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് പോട്ടെ, ഇനി അതുണ്ടാവില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു വീടാ വരാൻ പോണ, അതും നിന്റെ പേരിൽ. പിന്നെ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ആട്ടെ, വേറെന്തൊക്കെ തരാൻ പോകുന്നത്? കുട്ടിയായി, വീടായി, ഇനി? നീ കളിയാക്കൊന്നും വേണ്ട. ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വിജീഷ് അല്ല. അതെ,
ഞങ്ങൾക്ക് വലിയ വിവരമില്ല എന്നുള്ളത് സത്യമാ. പക്ഷേ ഇനി ഇത്തരം വിഡിത്തം കാണിക്കുമെന്ന് വിചാരിക്കണ്ട, നടക്കില്ല. എന്റെ സീമെ, നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ ചെറിയൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ആ പണിക്കർ സാറിനെയും ആരോമൽ സാറിനെയും വെറുതെ വിടുന്ന മട്ടിൽ വേണം മൊഴി കൊടുക്കാൻ. അത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ. നിർത്ത്. അതെ, ഇതുവരെ നിങ്ങൾക്കെതിരെ കാര്യമായി ഞാൻ മൊഴിയൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഉണ്ടാവാൻ പോകുന്നത് അതായിരിക്കും. ഇനി ഇമ്മാതിരി ഉമ്മാക്കിയും കാട്ടി വന്നാല് നേരെ ആ SP സാക്ഷി മാഡത്തിന്റെ അടുത്തേക്ക് പോകും. മനസ്സിലായോ? മോളെ പോടോ. ഈ അരിയിൽ അപ്പടി കല്ലും ചെളിയാ. എനിക്ക് റേഷനരി പറ്റണില്ല മോളെ. സാരമില്ല, സാവകാശം പറ്റിക്കോളും. നേരത്തെ ഇങ്ങനെയൊക്കെയല്ലേ ജീവിച്ചിരുന്നത്. ഇടക്കാലത്ത് വെച്ച് മാറ്റം ഉണ്ടായപ്പോ സംഭവിച്ചത് എന്താണെന്നറിയാലോ. ആ, ഞാനൊന്നും പറഞ്ഞില്ല. ആ, അതാ നല്ലത്. ഉള്ളതുകൊണ്ട് ഓണം പോലെ. നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ ഓഫീസിൽ നിന്ന് കുടിച്ചതാ. അത് സാരമില്ല, ഒന്നുകൂടി എടുക്കാം. എന്തിന്? ഇനി അങ്ങോട്ട് ആവശ്യമില്ലാത്ത ഒരു ചെലവ് നമ്മൾ ഉണ്ടാക്കില്ല. ഇങ്ങനെയും ജീവിക്കാൻ പറ്റും. അമ്മേ, ഇന്നിവിടെ വിജീഷ് വന്നിരുന്നല്ലേ? ആ, വന്നു. അധികം നേരം ഇരുന്നില്ല മോളെ, അപ്പൊ തന്നെ പോയി. നിങ്ങൾക്ക് കാശ് വല്ലതും തന്നോ? അയ്യോ മോളെ, ഇല്ല. തന്നാലും അമ്മ ഇനി വാങ്ങില്ല. അത് മാത്രം പോരാ, അവനെ വീട്ടിനകത്ത് കേറ്റരുത്, മനസ്സിലായോ? അത് വേണോ മോളെ? വേണം. അവൻ ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാന്നറിയോ? അവന്റെ മുതലാളിമാരെ രക്ഷിക്കാനായിട്ട് ഞാൻ കോടതിയിൽ നുണ പറയണമെന്ന്. അതെയോ? എന്നിട്ട് നീ എന്തു പറഞ്ഞു? പറ്റില്ലെന്ന്. അല്ലാതെ പിന്നെ? എന്നാ മോളെ കേസ്? അടുത്തയാഴ്ച. അന്ന് നമുക്ക് പോയി മൊഴി കൊടുക്കാം. നമ്മളല്ല, ഞാൻ മാത്രം മൊഴി കൊടുക്കുന്നുള്ളൂ, മനസ്സിലായോ? ആ പണിക്കര് മരിക്കുന്നത് വരെ ജയിലിൽ കിടക്കണം. ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. രഘുവേട്ടാ, വിജേഷിനെ പുറത്തു വെച്ച് കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്തു പറഞ്ഞു? ആദ്യം കുറെ സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞു നോക്കി. എന്നിട്ട് അവൻ കാര്യത്തിലേക്ക് കടന്നു. പണിക്കരെ രക്ഷിക്കണമെന്നും മറ്റും പച്ചയ്ക്ക് പറഞ്ഞു. ഓഹോ. ഞാനത് മുഴുവൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതേതായാലും നന്നായി. നീ മിടിക്കുക. താങ്ക് യു രഘുവേട്ടാ. ഓക്കെ ഓക്കെ. സോറി ചേച്ചി, ചേച്ചി നീ വീട്ടിലുണ്ടാവോ? ഉണ്ടെങ്കി? അല്ല, എനിക്ക് ചേച്ചിയോടൊപ്പം വീട്ടിൽ നിൽക്കാന്ന് കരുതിയിട്ടാ. അയ്യടാ, അങ്ങനെ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് സുഖിക്കണ്ടാട്ടോ. പോയി പഠിക്ക് സ്കൂളില്. ഇവളുടെ അണിഞ്ഞൊരുങ്ങലൊന്നും കഴിഞ്ഞില്ലേ? ഇവക്കിന്ന് സ്കൂളിൽ പോണ്ടാത്രേ. അപ്പൊ നീ ഇവിടെ തനിച്ചിരിക്കോ? തനിച്ചല്ലോ, സ്വാതി ചേച്ചില്ലേ? അപ്പൊ അത് നീ അറിഞ്ഞില്ലേ? ഇവളിന്ന് ഓഫീസിൽ പോവാ. സത്യം? സത്യം. അയ്യോ, എന്തിനാ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? കൊറേ ഹോളിഡേസ് ഒക്കെ കഴിഞ്ഞാ പിന്നെ മടിയാവില്ലേ ചേച്ചി? അതൊക്കെ നിനക്ക്. ഞാൻ കൊതിച്ചിരിക്കായിരുന്നു ഒന്ന് പുറത്തേക്കിറങ്ങാൻ. കഷ്ടമുണ്ട്. വാ മോനെ. സ്വാതി ഇതുവരെ റെഡിയായില്ലേ? ഞാൻ കരുതി ഞാനാ ലൈറ്റ് ആയത്. സോറി, ഞാനത് എത്തിട്ടോ. മോനെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അമ്മ ഉദ്ദേശിച്ചെന്താ? സ്വാതിയുടെ ഡിവോഴ്സിന്റെ കാര്യമാണ് ഞാൻ. അതിപ്പോ സ്വാതി ഇന്നല്ലേ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി സമയം കളയരുത്. നീ എത്രയും വേഗം ഈ കേസ് ഏറ്റെടുത്ത് നടത്തണം. ഇനി ഒട്ടും അമാന്തിക്കരുത്. അമ്മേ, ഇത് സ്വാതിയും കൂടെ സഹകരിച്ചാലേ നടക്കുള്ളൂ എന്നറിയാലോ.
അവൾക്ക് വേറെ തടസ്സമൊന്നുമില്ല മോനെ. ഞാൻ അവളോട് സംസാരിച്ചു. എങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഇന്നു മുതൽ തന്നെ കേസിന് കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. നമുക്ക് പോയാലോ അമ്മേ? ആ ശരി. ശരി. നന്മയും മേന്മയും നിറഞ്ഞ കാഴ്ചകളുമായി അമൃത TV പ്രൈം ടൈം പ്രോഗ്രാംസ്. ശ്രീകൃഷ്ണ പരമാത്മാവ് വൈകുന്നേരം 6:30 നിങ്ങളുടെ സായം സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ സന്ധ്യാദീപം. രാത്രി 7 മണിക്ക് ഭഗവാൻ ശ്രീമുരുകന്റെ അവതാന കഥകളുമായി കുമാരസംഭവം. 7:30 സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളുമായി കുടുംബ പരമ്പര ഡിസംബറിലെ ആകാശം. 8 മണിക്ക് നർമ്മത്തിന്റെ പുതിയ രസക്കാഴ്ചകളുമായി കോമഡി മസാല. 9 മണിക്ക് സൂപ്പർ ഹിറ്റ് റിയലിസ്റ്റിക് കോമഡി സീരിയൽ അളിയൻ വേഴ്സസ് അളിയൻ. 9:30 വിധുബാല അവതരിപ്പിക്കുന്ന കഥയില്ലത് ജീവിതം. നന്മയും മേന്മയും നിറഞ്ഞ അമൃത TV പ്രൈം ടൈം കാഴ്ചകൾ ആസ്വദിക്കൂ. ആനന്ദൻ കഴിയുന്നത്ര നേരം അവിടെ ചെലവഴിക്കണം. വൈകുന്നേരം ആകുമ്പോ മടങ്ങിക്കോ. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് മടങ്ങി വരണമെന്നില്ല. ശരി തന്നെയല്ലേ? അവിടെ ഇനിയും കുറെ വീടുകൾ കൂടി കയറാനുണ്ട്. ഞാൻ പറഞ്ഞ ഡേറ്റ ശേഖരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഒന്നും വൃത്തിയായിട്ട് എഴുതിയിട്ടില്ല. അതൊന്നും സാരമില്ല. കുത്തിക്കുറിച്ചു വെച്ച കടലാസുകൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്ത് നമുക്കത് ടൈപ്പ് ചെയ്യിച്ചെടുക്കാം. അത് നന്നായി. എന്റെ എഴുത്തൊക്കെ ഒരു കണക്കാ. അതൊന്നും സാരമില്ല. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങിയേക്കാം. ഓ ശരി. സീമേ, വെൽക്കം ബാക്ക് അവർ ബിലവഡ് ഹീറോയിൻ. മുറിവേറ്റ ഹീറോയിൻ എന്ന് പറ രഘുവേട്ട. മുറിവുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇന്നു മുതൽ നീ നമ്മുടെ മുഴുനീള ഹീറോയിനായിട്ട് പണി തുടങ്ങുക. എന്താ, റെഡിയല്ലേ? പണി തുടങ്ങാലോ. അത് കേട്ടാ മതി. പുതിയ തുടക്കല്ലേ, അല്പം മധുരമൊക്കെ ആവാം. എന്താ? തീർച്ചയായും. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു അല്ലേ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ആനന്ദനെ കൂടി വിളിക്കായിരുന്നു, ഞാനത് മറന്നു. ആനന്ദൻ സ്വാമി വന്നോ? പിന്നെ അയാള് പണി തുടങ്ങി. നല്ല ഉഷാറായിട്ടുണ്ട് മോളെ. നീ കേക്ക് മുറിക്ക്. ഞാൻ നോക്കിക്കോളാം. ഇയാളെ ഫോൺ എടുക്ക്, അമ്മയായിരിക്കും ചിലപ്പോ. വരൂ, എല്ലാരും വരൂ. ഹലോ മോളെ, ഇത് അമ്മയാ, ശാരദ. അമ്മേ, ഞാനിന്ന് പുറത്തിറങ്ങിയ ദിവസം തന്നെ അമ്മ വിളിച്ചല്ലോ, സന്തോഷായി. മോളെ, നമ്മുടെ ചന്ദ്രയമ്മായിക്ക് തീരെ വയ്യ. നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. മോക്ക് ഇത്രയിടം വരെ ഒന്ന് വരാൻ പറ്റുമോ? അമ്മായിക്ക് സീരിയസ് ആണോ? അവശതയില്ല. മോള് വരുവോ? വരാം, ഉടനെ തന്നെ ഇറങ്ങാട്ടോ. സന്തോഷമായി കേട്ടോ. മോള് വാ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാലോ. ശരി അമ്മേ. എന്താ ഇവിടെ? അറിയില്ലേ, എനിക്ക് വീടുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് വന്നതാ. അകമ്പടിക്കാരെയും കൊണ്ടാണല്ലോ വരവ്. ആരാണാവോ? വിഷമിക്കണ്ട, പരിചയപ്പെടുത്താം. ഇത് അഡ്വക്കേറ്റ് രാഹുൽ, എന്റെ കൊളീഗ. അല്ല, വക്കീലന്മാരൊക്കെ ഇക്കാലത്ത് അകമ്പടിക്കാരാകാറുണ്ടോ? ഇവിടെ വരുമ്പോ ചെറിയൊരു പേടിയുണ്ടേ, അതാ വക്കീലിനെ തന്നെ കൂട്ടുപിടിച്ചത്. രാഹുൽ, ഇത് ചെറിയച്ഛൻ ദേവി, ആളൊരു ഗുണ്ടയാ. എന്നെ മുറിയിൽ കയറി തല്ലി പരുവാക്കിയത് ഇദ്ദേഹം. അപ്പോ നീ അത് മറന്നിട്ടില്ല. നന്നായി. മറക്കാനോ? ഈ ജന്മത്തത് പറ്റില്ലല്ലോ. അല്ല, വക്കീലിന് കേസൊന്നുമില്ലേ? ഇവളുടെ പിന്നാലെ നടക്കാണോ പണി? ഇതും എന്റെ പണി പെടുന്നതാ. കക്ഷിക്ക് തല്ലുകൊള്ളാണ്ട് നോക്കണ്ടേ? ഓ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്.
ആ മോളെ സ്വാതി, നീ വന്നോ? അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ, ഇത് അഡ്വക്കേറ്റ് രാഹുൽ. ഞങ്ങൾ ഒരുമിച്ചാ ജോലി ചെയ്യുന്നേ. ആ വാ രാഹുൽ, വാ മോളെ. രവി മോശമായിട്ട് പെരുമാറി കാണും. രാഹുലിന് വിഷമമൊന്നും തോന്നരുത്. ആളൊരു പ്രത്യേക ടൈപ്പാന്നേ. രാഹുലിന് ചെറിയൊരു സ്റ്റഡി ക്ലാസ് ഒക്കെ കൊടുത്തിട്ടാ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. അതെ അതെ, അതുകൊണ്ട് വലിയ വിഷമം തോന്നിയില്ല. അല്ല, രാഹുലിന്റെ നാട് എവിടെയാ? പത്തനംതിട്ടയാ. ഓഫീസിനടുത്ത് ഒരു ലോഡ്ജ് എടുത്തുണ്ട്, അവിടെ താമസം. ഞാൻ കിടപ്പിലായപ്പോ എനിക്ക് പകരം ജോലിക്ക് കയറിയതാ പഹയൻ. സ്വാതി വരുന്ന നിമിഷം ഞാൻ മാറിക്കൊടുക്കാൻ തയ്യാറാട്ടോ. അപ്പോ മോള് ജോലിക്ക് കയറിയില്ലായിരുന്നോ? ഇന്ന് കയറിയതാ. അമ്മയുടെ ഫോൺ കിട്ടിയപ്പോ നേരെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. മോളുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടില്ല. അതാ രാഹുലിനെയും കൂട്ടി പുറപ്പെട്ടത്. പുള്ളിക്കാരനാണെ ഞാൻ വിളിക്കാൻ കാത്തിരിക്കായിരുന്നു ചാടി പുറപ്പെടാൻ. മോനെന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കാപ്പിയോ? ഏയ് ഒന്നും വേണ്ട, വരുന്ന വഴിക്ക് 3 കാപ്പി കുടിച്ചു. ഇനി പറ്റില്ല. അത് നേരാമേ. ആട്ടെ, അമ്മായിക്കുട്ടി എവിടെ? അകത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട്ടി വന്നോന്ന് ചോദിക്കും. രാഹുലെ, ഞാനൊന്ന് അമ്മായിയെ കാണട്ടെ. ഇവിടെ തനിച്ചിരുന്നോളല്ലോ. പോയിട്ട് വാടോ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അല്ല, ഇയാള് ശരിക്കും വക്കീലാണോ? അതെല്ലോ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ബുദ്ധിമുട്ടാവോ? പരിഹാസം. ആള് മോശമൊന്നും അല്ലല്ലോ. സ്വാതിയുടെ വക്കീലല്ലേ, ഒട്ടും മോശമാവാൻ പറ്റില്ലല്ലോ. അല്ല, അവക്കെന്തിനാ വക്കീല്? മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുവാ. ആ കുട്ടിക്ക് കേസുണ്ടല്ലോ. ഉദാഹരണത്തിന് വിവാഹമോചനം തന്നെ വെക്ക. ഓ, വക്കീലില്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ അവള് വിവാഹമോചനത്തിന് ഒരുങ്ങിത്തിരിച്ചിരിക്കുവല്ലേ? അതിനിപ്പോ എന്താ തെറ്റ്? എന്ത് തെറ്റ്? എത്രയും വേഗം ഒഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്രയ്ക്ക് ഡാമേജ് അവൾ ഉണ്ടാക്കിയതാ. നാട്ടിലൊരു ചൊല്ലുണ്ട്, അരിയും തിന്നു ആശാരിച്ചയും കടിച്ചു, എന്നിട്ടും പട്ടിക്കാ മുറുമുറുപ്പെന്ന്. മനസ്സിലാവുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒരുവിധം തലതിരിച്ച് പഠിച്ചിട്ടാ വക്കീലിന്റെ വരവല്ലേ? ഒരിക്കലും അല്ല. നേരെ വാ നേരെ പോ, അതാണ് നമ്മുടെ ഒരു വഴി. എല്ലാം കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. കൊള്ളാം. ഇത് നേരെ ചൊവ്വേ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ വളഞ്ഞ വഴി തന്നെ പോവാം. ഞാൻ എന്തിനും തയ്യാറാ. നോക്കാം. നമുക്കൊന്ന് ശരിക്കും മുട്ടേണ്ടി വരും. ഓ, ഞാൻ റെഡിയാ. ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അവതാരകനായി എത്തുന്ന ഉണരുന്ന കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഉണരുന്ന കേരളം. മാക്സ് വാല്യൂ ഉണരുന്ന കേരളം സമർപ്പിക്കുന്നത് മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് NBFC ഇൻ ഇന്ത്യ, ഇൻ അസോസിയേഷൻ വിത്ത് ജോസ്കോ ജുവലേഴ്സ്. ഹൃദയത്തിലേറ്റിയ യഥാർത്ഥ പരിശുദ്ധി. ശിവ, ദേ അവള് വന്നിട്ടുണ്ട്, നിന്റെ ഭാര്യ. പിന്നെ നിന്റെ ശത്രുവായിട്ട് കൈകോർത്തിട്ട് അവളുടെ വരവ്. വല്ലാത്തൊരു പെണ്ണാ അവള്. ഞാൻ വിചാരിച്ചതിലും അപ്പുറം. ആരാ അവളുടെ കൂടെ വന്നിരിക്കുന്നത്? മറ്റവൻ തന്നെ. നീ അവളുടെ വീട്ടിൽ പോയപ്പോ പരിചയപ്പെട്ട വക്കീലില്ലേ? എന്താ അവന്റെ പേര്? രാഹുൽ. അവൻ തന്നെ. നിനക്ക് കേക്കണോ? അവൾ എന്നെ അവന് പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്ന്? ഗുണ്ടയായ ചെറിയച്ഛനെന്ന്. എന്നെ അടിച്ചു വീഴ്ത്തിയത് ഇയാളാണെന്ന്. എങ്ങനെയുണ്ട്? അസലല്ലേ? ഇത് സത്യാണോ രവിച്ച? അവൾ അങ്ങനെ തന്നെ പറഞ്ഞോ? ഞാൻ എന്തിനാണ് കള്ളം പറയുന്നേ? ദാ, ഒരു 5 നിമിഷം മുമ്പ് നടന്ന കാര്യമാണ്. നീ വാ, ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്കറിയാം ഇനി അവൾ അത് തന്നെ പറയൂന്ന്. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഞാൻ മനസ്സിൽ കരുതിയിലും അപ്പുറത്തേക്ക് അവള് പോയി. കഷ്ടം. ഞാൻ ആദ്യമായി കണ്ടപ്പോ അവളെക്കുറിച്ച് നിന്നോട് പറഞ്ഞില്ലേ? അതാണ് അവള്. ഒരു നിസ്സാര ജീവി. അതിനപ്പുറം ഒന്നുമില്ല. അല്ല, പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് ഭവാൻ ചെന്ന് കാണുന്നില്ലേ? അല്ല, അതൊക്കെയാ നാട്ടു നടപ്പ്. എടാ, കാര്യമായിട്ട് ചോദിച്ചതാ. നീ അവളെ പോയി കാണുന്നില്ലേ? ഇല്ല, ഞാൻ പോണില്ല. മിടുക്കൻ. ഈ ഉത്തരം നിന്നിൽ നിന്ന് വരാനാ ഞാൻ കാത്തിരുന്നത്.
ഈ അവസ്ഥയിൽ നീ പോകരുത്. അവളെ കാണാൻ ചെന്നപ്പോ എന്താ ഉണ്ടായെന്നറിയാലോ? ഒരാണിനോ അത് താങ്ങാനൊക്കില്ല. അതേ അളവിലെങ്കിലും തിരിച്ചു കൊടുത്തില്ലേ പിന്നെ നീ എങ്ങനെ ആണാവും? എനിക്കറിയില്ല അവൾക്ക് എങ്ങനെ ഈ മാറ്റം വന്നതെന്ന്. ആദ്യം ഒന്നും അവൾ ഇങ്ങനെ അല്ലായിരുന്നു. തെറ്റ്. അവൾ ആദ്യമേ ഇങ്ങനെയായിരുന്നു. നിനക്കത് അറിയില്ലായിരുന്നു എന്ന് മാത്രം. പിന്നെ പൊതുവെ സ്ത്രീകൾ അങ്ങനെയാ. കല്യാണം കഴിഞ്ഞു വരുന്ന കുറച്ചു കാലം അവര് ഗംഭീരമായിട്ട് അഭിനയിക്കും, എല്ലാം അനുസരിക്കും. കഷ്ടപ്പെട്ട് കുലസ്ത്രീയായും കുടുംബിനിയായും ഒക്കെ അങ്ങ് മാറും. പക്ഷേ ഈ നാട്യം എക്കാലത്തേക്കും തുടരാനൊക്കില്ല. സ്വാഭാവികമായും പ്രശ്നം തുടങ്ങും. അതങ്ങ് വളർന്ന് വലുതാവും. പിന്നെ ഇവറ്റകളെ നമുക്ക് സഹിക്കാനാവില്ല. ചീഞ്ഞു തുടങ്ങിയ ഭാഗം മുറിച്ചു മാറ്റുകയല്ലാതെ വേറെ വഴിയില്ല മോനെ. ഈ വക്കീലിനെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കണേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? എടാ, അവള് നീയുമായി പിരിയാൻ പോവാ. ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോവാ. നീയുമായുള്ള വിവാഹമോചന കേസിൽ അവൾക്ക് വേണ്ടി ഹാജരാകുന്നത് ഈ യുവകോമളനാ. എന്തേ, സംഗതി ഗംഭീരായില്ലേ? എന്നിട്ട് ആ വക്കീലിനെയും കൂട്ടി അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അതാടാ പെണ്ണ്. അവള് നിന്നെ വെല്ലുവിളിച്ചതാ. നിന്റെ മുന്നിലേക്ക് അവൾ അവനെ അവതരിപ്പിച്ചതാ. വൃദ്ധനും ഗുണമില്ലാത്തവനുമായ ഭർത്താവെ കാണൂ, യുവകോമളനായ എന്റെ പുതിയ പങ്കാളിയെ. എന്തേ, മിടുക്കിയല്ലേ അവള്? മതി, ഇനി എനിക്കത് സഹിക്കാനൊക്കില്ല. മോനെ ശിവ, പലവട്ടം ചോദിച്ചതാ നീ എന്തിനായി ഈ അബദ്ധത്തിൽ ചെന്ന് വീഴണെന്ന്. കല്യാണം, കുടുംബം, ഇതൊന്നും നമ്മളെ പോലുള്ളവർക്ക് പറ്റാത്തതാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ലല്ലേ? പോട്രാ, സാരമില്ല, ഇതും കടന്നുപോവും. പോയേ മതിയാവും. നമ്മൾ ഈ നദി നെഞ്ചു വിരിച്ച് നീന്തി കടന്നു പോകും. എനിക്ക് വയ്യ, എനിക്ക് ജീവിതം തന്നെ മടുത്തു. അങ്ങനെയൊന്നും പറയാതെ. ഇനിയും കാതങ്ങൾ നമുക്ക് പിന്നിടാനുണ്ട്. അതിനു മുമ്പ് ഏറെ ചെയ്യാനുമുണ്ട്, ഇല്ലേ? ഉണ്ട്. ഒരുപാട് ദൂരം നീ ഇനിയും പോകും. ഞാനാ പറയുന്നേ, നിന്റെ രവിയച്ഛൻ. നിന്നെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം ഇവിടെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിവേകം വൈകിയെത്തുമ്പോഴേക്കും ജീവിതം വഴിമാറി ഒഴുകാൻ തുടങ്ങിയിരുന്നു. മുറിവുകളെ കാലം ഉണക്കാറുണ്ട്, അതും മറക്കരുത്. ഈ നിമിഷവും കടന്നു പോകുന്ന ഓർത്താൻ നല്ലത്. നല്ല നാളുകൾ കടന്നു പോയിരിക്കുന്നു. ഇനി എന്തൊക്കെയാവും വരാനിരിക്കുന്നത്?